ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഐസ്ക്രീമിൻ്റെ കോൺ കണ്ടുപിടിച്ചതിനെപ്പറ്റി ഒരു കഥയുണ്ട്. ഒരു ചെറിയ മുനിസിപ്പാലിറ്റിയിൽ വേനൽക്കാലത്ത് ബീച്ചിലെ മാലിന്യം വലിയ പ്രശ്നമായിരുന്നു. അവധിക്കാലത്ത് വരുന്ന കുട്ടികളും മാതാപിതാക്കളും കഴിക്കുന്ന ഐസ്ക്രീം കപ്പുകൾ പലയിടത്തും വീണിരുന്നത് സാധാരണ ദൃശ്യമായിരുന്നു. ഉപയോഗിച്ച ശേഷം അവർ ഈ കപ്പുകൾ വഴികളിലും മണൽത്തിട്ടകളിലും എല്ലായിടത്തും ഉപേക്ഷിക്കുന്നത് ആളുകളെ വല്ലാതെ അലട്ടിയിരുന്നു. ഈ മാലിന്യ പ്രശ്നം പരിഹരിക്കാനായി മുനിസിപ്പാലിറ്റിയുടെ ഭരണസമിതിയിൽ ഒരു പ്രത്യേക യോഗം വിളിച്ചു ചേർത്തു. യോഗത്തിൽ അനേക ആശയങ്ങൾ കടന്നു വന്നു. ചിലർ ബീച്ചിൽ പൂന്തോട്ടം ഉണ്ടാക്കാമെന്ന് നിർദ്ദേശിച്ചു. മറ്റു ചിലർ പ്ലാസ്റ്റിക് കപ്പുകൾ നിരോധിക്കാമെന്നും വേറെ ചിലർ കൂടുതൽ വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കാമെന്നും വാദിച്ചു. എന്നാൽ നിർഭാഗ്യവശാൽ ഈ ആശയങ്ങളെല്ലാം വെറും സംവാദങ്ങളായി മാറി. ഓരോ നിർദ്ദേശത്തിനും എതിരാളികളുണ്ടായിരുന്നു. യാതൊരു തീരുമാനമെടുക്കുവാനും ഒരു പരിഹാരം കണ്ടെത്തുവാനും ആകാതെ യോഗം നീണ്ടുപോയി. പെട്ടെന്ന് ആ മീറ്റിംഗ് തീർത്ത് തിരക്കിട്ട് പോകേണ്ടിരുന്ന ഒരു കൗൺസിലർ ക്ഷമകെട്ട് വിളിച്ചു പറഞ്ഞു, ഈ ഐസ്ക്രീം തിന്നുന്നവനെ കൊണ്ട് തന്നെ ആ ഐസ്ക്രീം കപ്പ് കൂടി അങ്ങ് തീറ്റിക്കുക, അപ്പോൾ പ്രശ്നം തീരുമല്ലോ. പരിഹാരം കണ്ടെത്താനാകാതെ ആ യോഗം പിരിഞ്ഞു. എന്നാൽ യോഗത്തിൽ ഉയർന്നു വന്ന ആ ഒരൊറ്റ ഡയലോഗ് കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാളുടെ തലയിൽ ബുദ്ധി ഉദിച്ചു. അങ്ങനെയാണത്രേ ഐസ്ക്രീമിന് ബിസ്ക്കറ്റ് കൊണ്ട് തിന്നുന്ന ഒരു കപ്പുണ്ടായത്. ഐസ്ക്രീം കപ്പിന്റെ ബിസ്ക്കറ്റ് പതിപ്പ്. കുട്ടികൾക്ക് ഐസ്ക്രീം കഴിക്കുമ്പോൾ കപ്പും കഴിക്കാം. പിന്നെ ബീച്ചിലെ മാലിന്യം കുറയുകയും കുട്ടികൾക്ക് സ്വാദിഷ്ടവും മനോഹരവുമായ ഐസ്ക്രീം അനുഭവമാവുകയും ചെയ്യും. ചെറുതും ലളിതവുമായ ആശയങ്ങളിലൂടെ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കണ്ടെത്തുവാൻ കഴിയുമെന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. പലപ്പോഴും നമ്മൾ വലിയ ചിന്തകളിലും വിശദമായ പദ്ധതികളിലും കുടുങ്ങുമ്പോൾ ഏറ്റവും ലളിതവും സൃഷ്ടിപരവുമായ മാർഗം മറയ്ക്കപ്പെടുന്നു. പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ട്, അത് കണ്ടെത്തുക എന്നതാണ് പ്രധാനം. ജ്ഞാനം നേടുന്നവനും അറിവ് ലഭിക്കുന്നവനും ഭാഗ്യവാനാണ്. എന്തെന്നാൽ അതുകൊണ്ടുള്ള നേട്ടം വെള്ളിയെയും സ്വർണത്തെയും കാൾ ശ്രേഷ്ഠമാണ് എന്ന് സദൃശവാക്യങ്ങൾ 3:13 പറയുന്നു. ഏതു കാര്യത്തെയും ജ്ഞാനത്തോടെയും വിവേകത്തോടെയും സമീപിച്ചാൽ പരിഹാരം എളുപ്പമാണ്. എന്നാൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കാതെ ഞാൻ പറയുന്നതാണ് ശരി, എൻ്റെ വഴി എല്ലാവരും അംഗീകരിക്കണമെന്ന് വാശി പിടിച്ചാൽ ഒരിക്കലും നമുക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാനാകില്ല. നമുക്ക് വിവേകത്തോടെ ആലോചിച്ച് ദൈവകൃപയോടെ കാര്യങ്ങൾ പൂർത്തീകരിക്കുവാനായിട്ട് ശ്രമിക്കാം. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരല്ല, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരാകാം. ദൈവത്തിൽ ആശ്രയിച്ച് എല്ലാ കാര്യങ്ങളും ശുഭാവസാനിപ്പിക്കുന്നവരായി തീരാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അധികമുണ്ടെന്നിൽ അറിഞ്ഞു നീ നിന്നരികിലെന്നെ ചേർത്തണയ്ക്കണേ. അറിഞ്ഞു നീ നിന്നരികിലെന്നെ ചേർത്തണയ്ക്കണേ. ബലഹീനനാകുമെന്നെ താങ്ങും നല്ല നാഥനെ. പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. ബലഹീനനാകുമെന്നെ താങ്ങും നല്ല നാഥനെ. പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. സ്തോത്രം സ്തോത്രം എന്നും സ്തോത്രമേ. സ്തോത്രം സ്തോത്രം എന്നും സ്തോത്രമേ. സ്തോത്രം